Hi all, I'm Alfie Elizabeth Joseph, Assistant Professor, Tripoli Department, SNIT, Adur. ഇന്ന് ഞാൻ എടുക്കുന്നത് അഡ്വാൻസ് കൺട്രോൾ തിയറിയിലെ മൊഡ്യൂൾ 5ലെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ അനാലിസിസ് ഓഫ് നോൺ ലീനിയർ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. Contents include problem on describing function analysis. There is a question for you. How to determine whether the limit cycle is stable or not? So here is the last problem from this module. A system of the form shown in figure has g of s equals 10 into root 2 by s into 1 plus 0.5 into s and the describing function for the nonlinear element to be kn of x equals 1 by x angle 45 degree. Find the amplitude and frequency of the periodic oscillation if it exists. Is the oscillation sustained? That means stable. The question is g of s തന്നിട്ടുണ്ട് നമുക്ക് തന്നേക്കുന്ന സിസ്റ്റം കണ്ട ഒരു ഇൻപുട്ട് ഉണ്ട് ഒരു നോൺ ലീനിയർ എലമെന്റ് ഫംഗ്ഷൻ g of s. ഇനി ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ നമുക്ക് തന്നേക്കുവാണ് ഏത് നോൺ ലീനിയറിറ്റി ആണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 1 by x angle 45 degree. അങ്ങനെയാണെങ്കിൽ ഈ g of j ഒമേഗയും മൈനസ് 1 by k പ്ലോട്ട് ചെയ്തിട്ട് അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ആദ്യമേ നോക്കേണ്ടത്. ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ എന്തുണ്ട് ലിമിറ്റ് സൈക്കിൾ ഉണ്ട്. സോ ഇനി നമ്മൾ ആ ലിമിറ്റ് സൈക്കിൾ സ്റ്റേബിൾ ആണോ അല്ലയോ എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ. സോ നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന എടുത്ത് എഴുതാം kn of x equals 1 by x angle 45 degree. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ തന്നിരിക്കുന്ന എഴുതുവാണ് kn of x equals 1 by x angle minus 45 degree. നമുക്ക് വരയ്ക്കേണ്ടത് മൈനസ് 1 by kn ലോക്കസ് ആണ്. സോ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. Therefore minus 1 by kn equals minus x angle 45 degree എന്നാവും. നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്ററിൽ മൈനസ് 1 ആംഗിൾ 45 ഡിഗ്രി അല്ലെ മൈനസ് 2 ആംഗിൾ 45 ഡിഗ്രി എന്ന് കിട്ടത്തില്ല, മാത്ത് എറർ എന്ന് കാണിക്കും. സോ ഈ മൈനസ് 1 ആംഗിൾ 45നെ നമുക്ക് എങ്ങനെ എഴുതാം 1 angle 45 degree minus 180 degree. So minus x angle 45 degree will be equal to x angle of x ന്റെ കോഎഫിഷ്യന്റ് ആയ മൈനസ് 1നെ നമുക്ക് ആംഗിൾ ആക്കി മാറ്റാം 45 degree minus 180 degree എന്ന് കൊടുക്കും. So we get the answer as x angle minus 135 degree. Therefore minus 1 by k ന്റെ ഇക്വേഷൻ എന്താണെന്ന് കിട്ടിയത് x angle minus 135 degree. ഇനി നമുക്ക് മൈനസ് 1 by k എക്സിന്റെ ഓരോ വാല്യൂ ഇൻക്രീസിംഗ് വാല്യൂസ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് മൈനസ് 1 by k ന്റെ വാല്യൂ എന്താണെന്ന് അറിയണം. മൈനസ് 1 by k ഈക്വൽസ് എക്സ് ആംഗിൾ മൈനസ് 135 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഏത് വാല്യൂ ആണെങ്കിലും അതിന്റെ ഫേസ് ആംഗിൾ എന്ത് തന്നെയായിരിക്കും മൈനസ് 135 ഡിഗ്രി ആയിരിക്കും. അപ്പൊ മൈനസ് 1 by k എപ്പോഴും മൈനസ് 135 ഡിഗ്രി എന്ന് പറയുന്ന ഫേസ് ആണ് ഉള്ളത്, ഫേസ് ആംഗിൾ ആണ് ഉള്ളത്. എന്നിരുന്നാലും നമുക്ക് എക്സിന്റെ ഓരോ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനസ് 1 by k ന്റെ കോംപ്ലക്സ് ഫോമിലുള്ള വാല്യൂസ് കണ്ടുപിടിക്കാം ഫോർ പ്ലോട്ടിംഗ്. സോ 1 ആംഗിൾ മൈനസ് 135 മാഗ്നിറ്റ്യൂഡ് വേഴ്സസ് ഫേസ് ആംഗിൾ. അപ്പൊ നമുക്ക് ഓർഡിനറി ഗ്രാഫ് ഷീറ്റ് വരയ്ക്കുമ്പോൾ എന്താ അതിന്റെ a പ്ലസ് ജെ ബി റിയൽ ഇമാജിനറി ഫോമിലാക്കണം. സോ അതിനു വേണ്ടിയാണ് എക്സിന് 0, 1, 2, 5, 10 ഒരു സർട്ടൻ വാല്യൂസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എക്സ് ആംഗിൾ ആൽഫ എ ആംഗിൾ മൈനസ് 135 ഡിഗ്രി എന്ന് കാൽക്കുലേറ്ററിൽ എൻ്റർ ചെയ്യാം. സോൾവ് ഫോർ ആൽഫ എ എന്ന് കൊടുക്കുമ്പോൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 തന്നെ വരും. 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് 0.707 മൈനസ് ജെ 0.707. 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും മൈനസ് 1.414 മൈനസ് ജെ ഇൻറ്റു 1.414. 5 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ റിയലും ഇമാജിനറിയും തുല്യമായിട്ടാണ് വരുന്നത്. ആകെ ഇമാജിനറി വരുമ്പോൾ ഒരു ജെ ടേം കൂടെ വരും. 10 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും മൈനസ് 7.07 മൈനസ് ജെ ഇൻറ്റു
7.07. So നമുക്ക് -1/k പ്ലോട്ട് ചെയ്യാൻ വേണ്ട കോർഡിനേറ്റ്സ് കിട്ടി. എന്നിരുന്നാലും അത് അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് g of jm കൂടെ എടുത്തിട്ട് അതിന്റെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്, റിയൽ ഇമാജിനറി ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. പ്രീവിയസ്ലി നമ്മൾ -1/k ലോക്കസിന് വേണ്ടിയുള്ള പോയിന്റ്സ് കണ്ടുപിടിച്ചു, റിയൽ ഇമാജിനറി പോയിന്റ്സ് കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് പോളാർ പ്ലോട്ട് ഓഫ് g of j omega വേണം. എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് g of j omega ഫേസ് ആംഗിൾ ഓഫ് g of j omega കിട്ടണം. g of s ക്വസ്റ്റ്യന് ഗിവൺ ആയിരുന്നു 10√2/s × 1 + 0.5 × s എന്നാണ്. അപ്പോൾ s = j omega ഇട്ട് കൊടുത്താൽ g of j omega = 10 × √2/j omega × 1 + j × 0.5 omega എന്ന് കിട്ടി. ഈ ഫംഗ്ഷന് നമുക്കറിയാം ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഫേസ് ആംഗിൾ ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് ചെയ്തുവാണെങ്കിൽ എങ്ങനെ വരും? g of j omega = 10√2/omega j omega എന്നാണ്. സോ അതിന്റെ ഫേസ് ആംഗിൾ എത്ര വരും? ആംഗിൾ 90 ഡിഗ്രി. ഡിനോമിനേറ്ററിൽ തന്നെ എഴുതുന്നുണ്ട്, പോസിറ്റീവ് വാല്യൂ തന്നെ എഴുതിയാൽ മതി. ഇൻറ്റു 1 + j 0.5 omega. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കിട്ടുന്നത്? √1² + 0.5 omega ഹോൾ സ്ക്വയർ, √a² + b². ആ രീതിയിൽ ആംഗിൾ എന്ത് വരും? tan ഇൻവേഴ്സ് ഓഫ് b/a. ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ? 0.5 omega. സോ ആംഗിൾ tan ഇൻവേഴ്സ് ഓഫ് 0.5 omega by 1. So ഇനി മാഗ്നിറ്റ്യൂഡും ഫേസ് ആംഗിൾ സെപ്പറേറ്റ് ആക്കി എഴുതാം. മാഗ്നിറ്റ്യൂഡ് വിൽ ബി ഈക്വൽ ടു 10 × √2/omega × √1 + 0.5ന്റെ സ്ക്വയർ എന്ത് വരും? 0.25 × omega². ആൻഡ് ഫേസ് ആംഗിൾ ഓഫ് g of j omega ഈക്വൽസ്, ഇനി എല്ലാം ഡിനോമിനേറ്റർ എല്ലാം ന്യൂമറേറ്ററിൽ വരുമ്പം -90 ഡിഗ്രി മൈനസ് tan ഇൻവേഴ്സ് 0.5 omega. സോ ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ പോളാർ പ്ലോട്ടിനുള്ള ടേംസ് അല്ലെങ്കിൽ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത്. g of j omegയുടെ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ അത് കാൽക്കുലേറ്ററിൽ എൻ്റർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഒമേഗയ്ക്ക് ഓരോ വാല്യൂ സോൾവ് ഫോർ എ എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്ത് കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡ് കാണാം. ഇവിടെ നമ്മൾ ഒമേഗ ഒരു 5 വാല്യൂസ് എടുത്താൽ മതി. 0, 1, 3, 5 വാട്ട് ഓർ ഇറ്റ് ബി. കൂടുതൽ പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാം, പക്ഷെ സമയം ഒരുപാട് കളയില്ല. പിന്നെ ഇൻഫിനിറ്റി എന്നാൽ നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യാൻ പറ്റില്ല, നമുക്കത് അറിയാം. നമുക്ക് ഇൻഫിനിറ്റി ഇട്ട് കൊടുത്താൽ എങ്ങനെ റിസൾട്ട് വരുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് g of j omega 0 ഇട്ട് കൊടുത്തപ്പോൾ 1/0 അത് കാൽക്കുലേറ്ററിൽ എറർ ആയിട്ട് കാണിക്കും. 1/0 എന്താണെന്ന് നമുക്കറിയാം, ഇൻഫിനിറ്റിയാണ്. സോ നമ്മൾ ഡയറക്റ്റ് ഇൻഫിനിറ്റി എന്ന് മാഗ്നിറ്റ്യൂഡിനെ എഴുതി. അടുത്ത 1 ഇട്ട് കൊടുത്തു സോൾവ് ഫോർ എ എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ 12.64. പിന്നെ എയുടെ വാല്യൂ മാറ്റിയിട്ട് കൊടുത്ത് 3 കൊടുത്തു 2.61, 5 ഇട്ട് കൊടുത്തു 1.05. ഇൻഫിനിറ്റി നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ 1/0 ഇൻഫിനിറ്റി ആണെങ്കിൽ 1/∞ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1നേക്കാളും ഒരുപാട് വലിയ വാല്യൂ ഇൻഫിനിറ്റി. അപ്പം ന്യൂമറേറ്റർ എന്താ? തീരെ ചെറുതാണ്. അപ്പം അത് എന്തായിട്ട് എഴുതാം? 0 എന്ന് എഴുതാം. ഇനി ഫേസ് ആംഗിളുടെ ഇക്വേഷൻ -90 ഡിഗ്രി മൈനസ് tan ഇൻവേഴ്സ് 0.5 omega എന്ന് നമുക്ക് കാൽക്കുലേറ്റർ എൻ്റർ ചെയ്തിട്ട് ഈ സെയിം വാല്യൂസ് ഓഫ് ഒമേഗനെ മാറ്റി ഇട്ട് കൊടുത്ത് കറസ്പോണ്ടിങ് ഫേസ് ആംഗിൾ കിട്ടും. അപ്പോൾ ആദ്യത്തേത് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആംഗിൾ ഓഫ് g of j omega എന്ന് പറഞ്ഞാൽ -90 ഡിഗ്രി. അടുത്തത് 1 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് സോൾവ് ചെയ്തപ്പോൾ -116.56 ഡിഗ്രി. 3 ഇട്ട് കൊടുത്തപ്പോൾ -146.31 ഡിഗ്രി. 5 ഇട്ട് കൊടുക്കുമ്പോൾ -158.19. ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ ഇൻഫിനിറ്റി കൊടുക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം tan ഇൻവേഴ്സ് 0.5 × ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് ഇൻഫിനിറ്റിയാണ്. tan ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ആംഗിൾ? 90 ഡിഗ്രി. അങ്ങനെയാണ് -90 ഡിഗ്രി -90 എന്ന് പറഞ്ഞാൽ -180 ഡിഗ്രി. ഈ ലാസ്റ്റ് പോയിന്റ് ഇൻഫിനിറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ എൻഡ് പോയിന്റ് കൃത്യമായിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഇൻഫിനിറ്റി എടുത്തത്. ഇൻഫിനിറ്റി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൊണ്ടുപോയി തെറ്റിക്കാതിരുന്നാൽ മതി. ഇനി ഇപ്പം നമുക്ക് മാഗ്നിറ്റ്യൂഡ് വേഴ്സസ് ഫേസ് ആംഗിൾ ഉള്ള വാല്യൂ അറിയാം. ഇതിനെ കാൽക്കുലേറ്ററിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് എന്ത് എഴുതണം? a + jb റിയൽ ഇമാജിനറി ടേംസിനെ എഴുതണം. അപ്പോൾ ഫസ്റ്റ് കോളം ഇൻഫിനിറ്റി ആംഗിൾ -90 ഡിഗ്രി, അത് 0 എന്ന് ഇരിക്കട്ടെ. അടുത്തത് 1ന് ഫ്രീക്വൻസി 1ന് കറസ്പോണ്ടിങ് നമുക്ക് കിട്ടിയത് 12.64 ആംഗിൾ -116.56 ഡിഗ്രി. അതിൻ്റെ a + jb ഫോം എടുക്കുമ്പോൾ നമുക്ക് റിയൽ പാർട്ട് -5.65ഉം
ജെ ടൈം കഴിഞ്ഞ് വന്ന ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് -11.31 ആണ്. ഇമാജിനറി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇവിടെ ജെ ഉണ്ട്, അതുകൊണ്ടാണ് ജെ പിന്നെ എടുത്തെഴുതാത്തത്. ഇനി ഫ്രീക്വൻസി 3 ഇട്ട് എടുത്തപ്പോഴത്തേക്കുള്ള മാഗ്നിറ്റ്യൂഡും ഫേസ് ആംഗിളും കാൽക്കുലേറ്റർ എൻ്റർ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് പോയിന്റ്സ് കിട്ടുന്നത് 2.17ഉം -1.45. 5 ഇട്ട് കൊടുത്തപ്പോൾ -0.97ഉം -0.39. ഇനി ഇൻഫിനിറ്റി ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 0 -180 ഡിഗ്രി എന്നാണ് ആംഗിൾ. സോ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0 + 0 ജെ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, റിയൽ ടേംസിൽ മാക്സിമം വന്ന് -5ഉം ഇമാജിനറി ടേംസിൽ മാക്സിമം വന്ന് -ലാണ്. ഇതേപോലെ -1/kൻ്റെ ഓരോ റിയൽ ഇമാജിനറി നോക്കണം. അതിൻ്റെ മാക്സിമം വാല്യൂ നോക്കിയിട്ട് വേണം, മാക്സിമം മിനിമം നോക്കിയിട്ട് വേണം നമ്മൾ ഗ്രാഫിലെ റിയൽ ആക്സിസ് ഇമാജിനറി ആക്സിസിലെ പോയിന്റ്സ് അല്ലെ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി, യൂണിറ്റ്സ് അതേപോലെ സ്കെയിൽ ചൂസ് ചെയ്യാൻ വേണ്ടി ഈ വാല്യൂസ് ഏത് റേഞ്ചിലാണെന്ന് നോക്കിയിട്ട് വേണം വരയ്ക്കാൻ. അതുകൊണ്ടാണ് ഞാൻ -1/k കിട്ടിയതിന് ശേഷം ഉടനെ വരയ്ക്കാഞ്ഞത്. ഈ വാല്യൂസും കൂടെ നോക്കിയിട്ട് നമുക്ക് വരയ്ക്കാം, കാരണം സ്കെയിൽ ഈക്വൽ ആയിട്ട് വേണം വരയ്ക്കാൻ. ലാസ്റ്റ് 2 പ്രോബ്ലത്തിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചതാണ് എങ്ങനെ ഗ്രാഫ് വരയ്ക്കേണ്ടതെന്ന്. ആദ്യമേ ഈ നമ്മൾക്ക് കിട്ടിയ വാല്യൂസ് അനുസരിച്ച് പോയിന്റ്സിനെ സെലക്ട് ചെയ്യുക. ഇത് ഇമാജിനറി ആക്സിസ്, ഇത് റിയൽ ആക്സിസ്. അപ്പോൾ റിയൽ ആക്സിസിൽ -7.07 സംതിങ് മാക്സിമം വാല്യൂ വന്നു. അതിൻ്റെ ജെ ടേമും അത്ര തന്നെ വരുന്നുണ്ട്. അതേപോലെ g(g)(omega നോക്കിയപ്പോൾ -11 പോയിന്റ് ആണ് മാക്സിമം വാല്യൂ. അപ്പോൾ അത്രയും റേഞ്ച് കിട്ടുന്ന രീതിയിൽ വാല്യൂസിനെ ചൂസ് ചെയ്യുക. സോ ഇവിടെ 2 യൂണിറ്റ്സ് അല്ലെ 2 സെൻറ്റിമീറ്റർ ഞാൻ -j2 -j4 എന്ന് എടുത്ത് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് തന്നെയാണ്. സോ അതുകൊണ്ടാണ് സ്കെയിൽ 1 സെൻറ്റിമീറ്റർ = 1 യൂണിറ്റ് എന്ന് എഴുതി. ഇവിടെ 2ൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കുള്ള പോയിന്റ് എന്ത് തന്നെയാണ്? -1 -3 -5 -7 ആ രീതിയിലാണ് പോകുന്നത്. ഇങ്ങോട്ട് എടുത്ത അതേ സ്കെയിൽ തന്നെ ഇമാജിനറി ആക്സിസിൽ എടുക്കണം. ഇനി നമുക്ക് g(g)(omega)യുടെ പോയിന്റ്സ് നോക്കിയിട്ട് റിയൽ ഇമാജിനറി നോക്കിയിട്ട് ഫോർ ഒമേഗ g(g)(omega) ഫോർ ഇൻക്രീസിങ് വാല്യൂസ് ഓഫ് ഒമേഗ ആണ്. സോ ആദ്യമേ ഒമേഗ ഇവിടെ കിട്ടും, അത് കഴിഞ്ഞ് പിന്നെ ഒമേഗ കൂട്ടിയപ്പോൾ അടുത്ത വാല്യൂന് ഇവിടെ കിട്ടി, അടുത്ത ഇവിടെ കിട്ടി, അങ്ങനെ ഫൈനലി ആണ് ഇവിടെ 0ൽ എത്തുന്നത്. ആസ് ഒമേഗ ഈക്വൽസ് ഇൻഫിനിറ്റി ആകുമ്പോഴാണ് g(g)(omega)യുടെ വാല്യൂ 0 കിട്ടും. സോ ഈ കിട്ടിയ പോയിന്റ്സിനെ എല്ലാം കറക്റ്റ് ആയിട്ട് യോജിപ്പിക്കുക. അതാണ് നമ്മുടെ g(g)(omega) ലോക്കസ് ഫോർ ഇൻക്രീസിങ് വാല്യൂസ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് ഒമേഗ ഇൻക്രീസ് ചെയ്ത് പോയത്. സോ ആ പ്ലോട്ട് വരച്ചു, അതിനെ നെയിം ചെയ്യുക. ഇനി അടുത്ത -1/k എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അതിൻ്റെ ഫേസ് ആംഗിൾ എപ്പോഴും -135 ഡിഗ്രിയാണ്. ഇനി നമ്മൾ അതിൻ്റെ റിയൽ ഇമാജിനറി എടുത്തു, അല്ലെങ്കിൽ തന്നെ ഓർക്കുക പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട് -135 എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ഇവിടുന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 45 ഡിഗ്രി എടുത്ത് വരച്ചാലും അതിനോട് തുല്യമാണ് -1/k. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് റിയൽ ഇമാജിനറി നോക്കുക. അപ്പോൾ ആദ്യത്തെ റിയൽ ഇമാജിനറി നോക്കിയപ്പം -j.0707 ഇവിടെ കിട്ടിയ വാല്യൂ തന്നെയാണ് ഇമാജിനറി ആക്സിസിലും കിട്ടിയത്. അടുത്ത -1.41 -j1.414 അങ്ങനെ എന്തോ വാല്യൂ കിട്ടി. അടുത്തത് ഇത് നോക്കിക്കുക, ഇത് എത്രയാ? 0.3 കഴിഞ്ഞ -3 സംതിങ്. അതേപോലെ തന്നെ ഇവിടെയും 3 പോയിന്റ്. സോ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് നോക്കി. അങ്ങനെ ഇൻക്രീസിങ് വാല്യൂസ് ഓഫ് എക്സ്, ഇത് x=0, x=1, x=3, x=5 ഇങ്ങനെയാണ് -1/k ഫോർ ഇൻക്രീസിങ് വാല്യൂസ് ഓഫ് എക്സ്. ഇങ്ങോട്ടാണ് ഡയറക്ഷൻ കേട്ടോ, അങ്ങോട്ടല്ല. എക്സ് 0 ആയിരുന്നപ്പോൾ ഇവിടെ കിട്ടി, 1 ആയിരുന്നപ്പോൾ ഇവിടെ കിട്ടി, 3 ആയിരുന്നപ്പോൾ കിട്ടി. അങ്ങനെ എക്സിൻ്റെ വാല്യൂ കൂടുന്തോറും -1/k ലോക്കസ് ഇങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. ഈ ആംഗിൾ മെഷർ ചെയ്താൽ ഇവിടുന്ന് നോക്കിയാൽ 45 ഡിഗ്രിയും ഇവിടുന്ന് നോക്കിയാൽ 135 ഡിഗ്രിയും തന്നെയാണ്. അതായത് ഫേസ് ആംഗിൾ -135 തന്നെ. സോ ഇതിനെ -1/k ലോക്കസ് എന്ന് നെയിം ചെയ്യുക. എക്സ് ഇൻക്രീസിങ് ഇൻ ദിസ് ഡയറക്ഷൻ ടുവേർഡ്സ് ലെഫ്റ്റ്. അവിടെ നോക്കുക, ഈ 2 ലോക്കസും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. g(g)(omega) -1/k ഇന്റർസെക്ട് ചെയ്യുന്നു. ഇന്റർസെക്ട് ചെയ്താൽ നമുക്കറിയാം അവിടെ ഒരു ലിമിറ്റ് സൈക്കിൾ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ പോർഷൻ നമുക്ക് കിട്ടി, ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
ഇനി ആ ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡും വേണം, ഒപ്പം അത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് അറിയണം. സോ സ്റ്റേബിലിറ്റി എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റെബിലിറ്റി അനാലിസിസ് പഠിപ്പിച്ചപ്പം. -1/kn ലോക്കസിനെ g(g(omega) ലോക്കസ് എൻക്ലോസ് ചെയ്യുവാണെങ്കിൽ ആ റീജിയൻ അല്ലെങ്കിൽ ആ സിസ്റ്റം അൺസ്റ്റേബിൾ ആണെന്ന് പറയാം. ഇനി എൻക്ലോസ് ചെയ്യുന്നില്ല എങ്കിൽ ആ റീജിയൻ സ്റ്റേബിൾ ആണെന്ന് പറയും. ഇവിടെ നോക്കിക്കേ, ഇത് -1/kn ഇവിടം വരെ ഉണ്ട്. g(g(omega) -1/kn എൻക്ലോസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ -1/kn g(g(omega) ഉള്ളിലല്ല, മറിച്ച് പുറത്താണ്. സോ അപ്പോൾ ഇവിടം വരെയുള്ള റീജിയൻ എന്ത് തന്നെയാണ്? സ്റ്റേബിൾ റീജിയൻ തന്നെയാണ്. ഈ ലിമിറ്റ് സൈക്കിൾ വരെ ഉണ്ടാകുന്നിടം വരെ അതെന്തുവാ? സ്റ്റേബിളാണ്. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഈ വശത്ത് g(g(omega) ഇത് അതിനെ അകത്താണ് എന്ത്? -1/kn എന്ന് പറഞ്ഞാൽ -1/kn ലോക്കസ് ഈസ് എൻക്ലോസ്ഡ് ബൈ g(g(omega) ലോക്കസ്. അപ്പോൾ ഇത് എന്ത് റീജിയനാ? അൺസ്റ്റേബിൾ റീജിയൻ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നോക്കുക, ഇത് അൺസ്റ്റേബിൾ, ഇത് സ്റ്റേബിൾ. ഇനി ഇവിടെ ഉണ്ടായ ലിമിറ്റ് സൈക്കിൾ സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് നോക്കണം. അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഇൻക്രീസിങ് വാല്യൂസ് ഓഫ് എക്സിൻ്റെ ഡയറക്ഷനിൽ പോകണം. ഒമേഗയുടെ അല്ല, എക്സിൻ്റെ ഇൻക്രീസിങ് വാല്യൂസ് ഓഫ് എക്സ് ഏതാ? ഇങ്ങനെയാണ്. സോ ഇതാണ് നമ്മൾ നോക്കേണ്ട ഡയറക്ഷൻ. സോ ഇങ്ങനെ ഇൻക്രീസിങ് വാല്യൂസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ആയി ഇവിടെ ഒരു ലിമിറ്റ് സൈക്കിൾ ഉണ്ടായി. അതിനുശേഷം എക്സ് കൂടുന്തോറും അത് എങ്ങോട്ട് പോയി? സ്റ്റേബിൾ റീജിയനിലോട്ട് പോയി. അതായത് ആംപ്ലിറ്റ്യൂഡ് കൂടിയപ്പോഴത്തേക്കും എങ്ങോട്ട് പോയി? സ്റ്റേബിൾ റീജിയനിലോട്ട് പോയി. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞാൽ എങ്ങോട്ട് പോകും? അൺസ്റ്റേബിൾ. സോ എക്സ് 0, 1, 2 എന്നും പറഞ്ഞ് വരുമ്പം അതൊരു അൺസ്റ്റേബിൾ റീജിയനിൽ നിന്ന് സ്റ്റേബിൾ റീജിയനിലോട്ടാണ് പോയത്. എക്സിൻ്റെ ഡയറക്ഷനിൽ വേണം നോക്കി വരാൻ. എക്സ് എവിടെ നിന്ന് തുടങ്ങി എവിടെ തീരുന്നോ ആ ഡയറക്ഷനിലാണ് നോക്കാൻ. എവിടെ നിന്ന് തുടങ്ങി ഡയറക്ഷൻ നോക്കണം. അത് അൺസ്റ്റേബിൾ റീജിയനാണ്. അത് എവിടെ എത്തുവാണ്? സ്റ്റേബിൾ. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലിമിറ്റ് സൈക്കിൾ ഉണ്ടായി. അൺസ്റ്റേബിളിൽ നിന്ന് സ്റ്റേബിളോട്ട് പോയി. അപ്പോൾ അതെന്ത് ലിമിറ്റ് സൈക്കിളാണ്? സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നോക്കുക, ഈ ലിമിറ്റ് സൈക്കിളിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും നമുക്കറിയാം. അപ്പോൾ ഫ്രീക്വൻസി ഞാൻ പറഞ്ഞു, g(g(omega)യുടെ ഫേസിൽ നിന്നാണ് ഫ്രീക്വൻസി കിട്ടുന്നത്. ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്നത് -1/kn എന്നുമാണ്. ഇനി അതല്ല, ഈ ഗ്രാഫിൽ നിന്ന് നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കിട്ടും. അതായത് ഇവിടെ g(g(omega)യുടെ റിയൽ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ -3.2 സംതിങ്. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. കാരണം ഇത് -45 ഡിഗ്രി. അപ്പം ഈ രണ്ട് കോർഡിനേറ്റ്സ് ഈക്വൽ ആണ്. സ്ലോപ്പ് tan 45 എന്ന് പറഞ്ഞാൽ എന്താ? 1 എന്ന് പറഞ്ഞാൽ x=y. ഇനി കൂടുതൽ കൺഫ്യൂസ്ഡ് ആണ്ട് ജസ്റ്റ് ഓർത്തിരിക്കുക, ഈ കോർഡിനേറ്റ് എന്താ? 3.2. അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്, -3.2. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ √3.2 ഹോൾ സ്ക്വയർ പ്ലസ് 3.2 ഹോൾ സ്ക്വയർ എന്ന് ചെയ്താൽ അങ്ങനെ കിട്ടും. ഫ്രം ഗ്രാഫ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം ആംപ്ലിറ്റ്യൂഡ് കിട്ടാൻ. ഇനി അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ആദ്യമേ ഫ്രീക്വൻസിയുടെ കാര്യം നോക്കാം. അപ്പോൾ ഫ്രീക്വൻസി g(g(omega)യുടെ ഫേസ് ആ തരുന്നത്. g(g(omega) ഇതിനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫേസ് എത്ര? ഈ ആംഗിൾ എത്ര ശരിക്കും പറഞ്ഞാൽ? -135 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഫേസ് ഓഫ് g(g(omega)നോട് എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? -135 ഡിഗ്രിനോട് ഇക്വേറ്റ് ചെയ്യും. സോ നമ്മൾ ആദ്യമേ ഫ്രീക്വൻസി കാണുവാണ്. ഫ്രീക്വൻസി കാണാൻ വേണ്ടി g(g(omega) -1/kn ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പം g(g(omega)യുടെ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ -1/kന്റെ ഫേസ് തന്നെയാണ് അല്ലേ? അത് എത്രയാ? -135 ഡിഗ്രി. സോ അത് വെച്ചിട്ട് ഇനി നമുക്ക് ഫ്രീക്വൻസി കാണാം. -1/kn is plotted. There is an intersection with the g(g(omega) axis. സോ അവിടെ ഒരു ലിമിറ്റ് സൈക്കിൾ ഉണ്ടാവും. ഇനി അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത് നോക്കാം. Frequency of limit cycle. So g(g(omega) -1/kn ലോക്കസിനെ ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പോൾ -1/kന്റെ ഫേസ് ആംഗിൾ തന്നെയാണ് എന്ത്? g(g(omega)യുടെ ഫേസ് ആംഗിൾ. അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കിയാലും അതായത് -135 ആണ്. ആംഗിൾ ഓഫ് g(g(omega)ന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. -90 ഡിഗ്രി -tan ഇൻവേഴ്സ് 0.5 ഒമേഗ. അതിനോട് എന്തിനോട് ഇക്വേറ്റ് ചെയ്യണം? ദാറ്റ് വിൽ ബി ഈക്വൽ ടു -135 ഡിഗ്രി. ഇതിൻ്റെ അകത്തുനിന്ന് സോൾവ് ചെയ്ത് നമുക്ക് ഒമേഗയുടെ വാല്യൂ കിട്ടും. അതാണ് ഫ്രീക്വൻസി ഓഫ് ലിമിറ്റ് സൈക്കിൾ. -90 ഡിഗ്രി -tan ഇൻവേഴ്സ് 0.5 ഒമേഗ ഈക്വൽസ് -135 ഡിഗ്രി.
അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എന്ത് ചെയ്താം, മൈനസ് ടാൻ ഇൻവേഴ്സ് 0.5 ഒമേഗ ഈസ് ഈക്വൽ ടു മൈനസ് 135 ഡിഗ്രി, മൈനസ് 90 അപ്പുറത്ത് പോയപ്പം പ്ലസ് 90, അപ്പോൾ അതിനെ സോൾവ് ചെയ്യുമ്പോൾ മൈനസ് 45 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ടാൻ ഇൻവേഴ്സ് 0.5 ഒമേഗ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. നമ്മൾ പ്രീവിയസ്ലി 2 പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടതാണ്, ഈ ടാൻ ഇൻവേഴ്സിനെ കളയാൻ എന്ത് നമ്മൾ ചെയ്യും, ടേക്കിംഗ് ടാൻ ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് 0.5 ഒമേഗ ഈസ് ഈക്വൽ ടു ടാൻ 45 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം. ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് 0.5 ഒമേഗ എന്ന് പറയുമ്പോൾ അത് എന്തായിട്ട് മാറും, 0.5 ഒമേഗ ഈസ് ഈക്വൽ ടു ടാൻ 45യുടെ വാല്യൂ 1. Therefore, omega equals 1 divided by 0.5, that will be equal to 2. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി എന്താന്ന് കിട്ടി, 2 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ ഒമേഗ 2 കിട്ടി. ഇനി നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കാണണം. ആംപ്ലിറ്റ്യൂഡ് കാണണമെങ്കിൽ നമുക്ക് ആ പോയിന്റിലുള്ള മാഗ്നിറ്റ്യൂഡ് അല്ലേ, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. സോ മാഗ്നിറ്റ്യൂഡ് അറ്റ് ദിസ് പോയിന്റ് വിൽ ബി ഈക്വൽ ടു എന്തുവാണ്, 10 root 2 by omega into root of 1 plus 0.25 omega square. ആ പോയിന്റിൽ ജി ഓഫ് ജെ ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ് മൈനസ് 1 by കെന്റെ മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്. അതേപോലെ എന്തുവാണ്, ഫേസ് ആംഗിൾ രണ്ടിന് ഈക്വൽ ആയിട്ട് വരും, കാരണം അത് രണ്ടും ഇന്റർസെക്ട് ചെയ്ത ഒറ്റ പോയിന്റാണ്. ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ഗ്രാഫിൽ നിന്ന് കറസ്പോണ്ടിങ് റിയൽ കോർഡിനേറ്റ് ഇമാജിനറി കോർഡിനേറ്റ് നോക്കിയിട്ട് ആ പോയിന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. എ പ്ലസ് ജെ ബി ആണെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ജി ഓഫ് ജെ ഒമേഗ മാഗ്നിറ്റ്യൂഡ് ഇക്വേഷൻ അറിയാം അല്ലേ. ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈ ഒമേഗയുടെ വാല്യൂ ഈ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് ആ മാഗ്നിറ്റ്യൂഡ് കിട്ടും. സോ 10 root 2 by ഒമേഗയ്ക്ക് വരെ എത്ര ഇട്ട് കൊടുക്കും, 2 into root of 1 plus 0.25 into 2 square, which will be equal to 5, almost 5 എന്ന് ആൻസർ കിട്ടും. സോ ഇതാണ് നമ്മുടെ ലിമിറ്റ് സൈക്കിളിന്റെ ആംപ്ലിറ്റ്യൂഡ്. അതേപോലെ ഫ്രീക്വൻസി എത്ര, 2. ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അവിടെ മൈനസ് 1 by കെന്റെ വാല്യൂം ജി ഓഫ് ജെ ഒമേഗയുടെ വാല്യൂം എന്ത് തന്നെയാണ്, 5. മൈനസ് 1 by kn ഈക്വൽസ് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്, എക്സ് ആംഗിൾ മൈനസ് 135 ഡിഗ്രി. മൈനസ് 1 by kൻ്റെയും മൈനസ് 135. സോ മൈനസ് 1 by kn ഈക്വൽ ടു എക്സ്. എത്ര കിട്ടി, എക്സ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. സോ അതാണ് എന്ത്, നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ലിമിറ്റ് സൈക്കിൾ. എക്സ് ഈക്വൽസ് 5 യൂണിറ്റ്സ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ലിമിറ്റ് സൈക്കിൾ ഈക്വൽസ് 2 റേഡിയൻ പെർ സെക്കൻഡ്. ഇപ്പോൾ ജി ഓഫ് ജെ ഒമേഗയും മൈനസ് 1 by കെനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ മാഗ്നിറ്റ്യൂഡ് ഒരിക്കലും ആംപ്ലിറ്റ്യൂഡ് ആണോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ആ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മൈനസ് 1 by കെന്റെ വാല്യൂ ആണ്. അപ്പം മൈനസ് 1 by കെന്റെ ഇൻ ടേംസ് ഓഫ് എക്സിന്റെ ഇക്വേഷനായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണോ കിട്ടുന്നത് അതാണ് ശരിക്കും പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ലിമിറ്റ് സൈക്കിൾ. ഇവിടെ മൈനസ് 1 by kn ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എക്സിന് മൈനസ് 1 by kന്റെ മാഗ്നിറ്റ്യൂഡായ 5 തന്നെ വന്നത്. സോ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിക്കോണം. മാഗ്നിറ്റ്യൂഡ് എപ്പോഴും കമ്പ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ലിമിറ്റ് സൈക്കിൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് മൈനസ് 1 by kn എന്നും ഫേസ് ഓഫ് ഫ്രീക്വൻസി ഓഫ് ലിമിറ്റ് സൈക്കിൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഫേസ് ഓഫ് ജെ ഒമേഗ എന്നും ആണ്. കൺക്ലൂഷൻ. സോ നമ്മൾ കണ്ടു ലിമിറ്റ് സൈക്കിളിന്റെ ആംപ്ലിറ്റ്യൂഡിനെ ഏതെന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നത് മൈനസ് 1 by kn ലോക്കസ് ചെയ്യുന്നു. അതേപോലെ ഫ്രീക്വൻസി ഓഫ് ലിമിറ്റ് സൈക്കിൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എവിടുന്ന, ജി ഓഫ് ജെ ഒമേഗയുടെ ഫേസ് ചെയ്യുന്നതാണ്. സോ ഒരു ലിമിറ്റ് സൈക്കിൾ സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം, ജി ഓഫ് ജെ ഒമേഗ മൈനസ് 1 by kn ലോക്കസിനെ എൻക്ലോസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് അറിയുന്നത്. ജി ഓഫ് ജെ ഒമേഗ മൈനസ് 1 by kനെ എൻക്ലോസ് ചെയ്യുവാണെങ്കിൽ ആ റീജിയൻ അൺസ്റ്റേബിൾ, എൻക്ലോസ് ചെയ്തില്ല എങ്കിൽ ആ റീജിയൻ സ്റ്റേബിൾ. അപ്പോൾ ഇൻക്രീസിംഗ് വാല്യൂസ് ഓഫ് എക്സിന്റെ ഡയറക്ഷൻ മൈനസ് 1 by kn നോക്കുമ്പോൾ അതൊരു അൺസ്റ്റേബിൾ റീജിയനിൽ നിന്ന് സ്റ്റേബിൾ റീജിയനിലോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായത് സ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ. മറിച്ച് സ്റ്റേബിൾ റീജിയനിൽ നിന്ന് അൺസ്റ്റേബിൾ റീജിയനിലോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് അൺസ്റ്റേബിൾ ലിമിറ്റ് സൈക്കിൾ. These are the university questions from this module. What are gem resonance and limit cycles in connection with nonlinear systems? With a neat diagram, explain how the describing function analysis is used to determine
the stability of a system, identify the following non-linearity and derive a describing function for the same. അപ്പോൾ ഈ മൊഡ്യൂളിൽ നിന്ന് ഉറപ്പായിട്ടും എല്ലാ തവണയും ഒരു ഡെറിവേഷൻ ചോദിക്കുന്നതാണ്. യു ഹാവ് ഗോട്ട് ഓൺലി 3 non-linear elements, ഡെഡ് സോൺ, സാച്ചുറേഷൻ, റിലേ. റിലേ എന്ന് പറഞ്ഞാൽ ഐഡിയൽ റിലേ. അപ്പോൾ ഈ മൂന്നിൻ്റെ ഡെറിവേഷൻ മസ്റ്റ് ആയിട്ടും പഠിക്കണം. സോ ഇതിൻ്റെ ഓറായിട്ടായിരിക്കും ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കുന്നത്. സോ ഈ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഇക്വേഷൻ കാണാതെ അറിയണം. ഒപ്പം ആ ഡെറിവേഷൻ രണ്ടെണ്ണത്തിനും സെയിം പ്രൊസീജിയറാണ്. സോ അത് മനസ്സിലാക്കി പഠിച്ചാൽ മറക്കത്തില്ല. പ്രോബ്ലം ചെയ്ത് പഠിക്കണം. Question: An ideal relay is introduced as a non-linearity in a unity feedback linear servo system with forward path transfer function g of s is equal to 100 by s into 1 plus 0.1 into s. Relay has an output of plus or minus 10. Discuss the stability of the system. Ideal relay ആണ് നമ്മുടെ non-linear element. സോ അതിൻ്റെ പ്ലസും മൈനസും സ്ഥാനത്ത് ഇവിടെ +10 -10. ഐഡിയൽ റിലേയുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എഴുതുക. -1/k ലോക്കസ് വരയ്ക്കണം. ജി ഓഫ് എസ് തന്നിട്ടുണ്ട്. ജി ഓഫ് ജെ ഒമേഗ ലോക്കസ് വരയ്ക്കണം. ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ലിമിറ്റ് സൈക്കിൾ ഉണ്ട്. അത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ പറയുക. ലിമിറ്റ് സൈക്കിളിന് ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും. സോ ഐ എം വൈൻഡിങ് അപ്പ് മൊഡ്യൂൾ 5 ഹിയർ. And I will start module 6 in the next session. For any queries, mail to alpha@gmail.com. Thank you.